അപ്പം ഞാനിങ്ങനെ ട്രേഡ് മാർക്കിനെ കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പഠിച്ചു വരുമായിരുന്നു ഇന്ന്. അപ്പം ഇതിങ്ങനെ പഠിച്ചു വരാൻ നേരത്ത് വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വി ക്യാൻ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചു വരാൻ നേരത്ത് ഞാൻ വായിച്ചു വരാൻ നേരത്ത് കണ്ട ഒരു സംഭവമാണ് അതായത് ഈ 7th ആയിട്ടുള്ള സോങ് മാർക്ക്. അപ്പം നോർമലി ഞാനിങ്ങനെ ബാക്കിയുള്ള ഇതിപ്പം വേർഡ് മാർക്ക് പറഞ്ഞിട്ടുണ്ട്, ലോഗോ മാർക്ക്, സർട്ടിഫിക്കറ്റ് മാർക്സ്, കളക്റ്റീവ് മാർക്സ്, ഇതെല്ലാം ട്രേഡ് മാർക്ക് ചെയ്യാമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സൗണ്ട് എങ്ങനെ ട്രേഡ് മാർക്ക് ചെയ്യും എന്നെനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ വായിച്ചു, ദ ട്രേഡ് മാർക്ക് ക്യാൻ എക്സ്റ്റെൻഡ് ബിയോണ്ട് ദ വിഷ്വൽ റിലൈം ടു ഇൻക്ലൂഡ് ഡിസ്റ്റിങ്ക്റ്റീവ് സൗണ്ട്സ് അസോസിയേറ്റഡ് വിത്ത് ദ ബ്രാൻഡ്. അപ്പം ഒരു വിഷ്വൽ അപ്പിയറൻസസിന് പുറമെ സൗണ്ടുകൾ പോലും നമുക്ക് ട്രേഡ് മാർക്ക് ചെയ്യാം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു സൗണ്ട്, ഇത് നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ വരാൻ നേരത്തുള്ള സൗണ്ടാണ്. അപ്പം ഈ ഒരു സൗണ്ട് ആക്ച്വലി സൗണ്ട് മാർക്ക്. അപ്പോൾ ഈ ഒരു സൗണ്ട് അവർക്ക് ഈ ഒരു സൗണ്ടിന് മേലുള്ള ട്രേഡ് മാർക്ക് നെറ്റ്ഫ്ലിക്സിന് സ്വന്തമാണ്. അപ്പം ഇറ്റ് ഈസ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്ന നേരത്ത് ഇറ്റ് ഈസ് നോട്ട് ഓൺലി കൺസ്ട്രെയിൻഡ് ടു വിഷ്വൽ തിങ്സ്, അത് സൗണ്ട്സിലോട്ടും അല്ലെങ്കിൽ ശബ്ദമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പം പിന്നെ എനിക്ക് വന്നൊരു ജെനുവിൻ ഡൗട്ടാണ്, എന്തുകൊണ്ട് ഇത് ഇങ്ങനൊരു സൗണ്ട് കോപ്പിറൈറ്റ് ചെയ്യപ്പെട്ടില്ല? അപ്പം ലിറ്റററി വർക്ക്സ്, മ്യൂസിക്കൽ വർക്ക്സ്, ഡ്രാമാറ്റിക് വർക്ക്സ്, ഇതൊക്കെ മ്യൂസിക്കായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് നെറ്റ്ഫ്ലിക്സ് ഈ സൗണ്ട് കോപ്പിറൈറ്റ് ചെയ്യപ്പെട്ടില്ല, പകരം ട്രേഡ് മാർക്ക് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ സൗണ്ട് മാർക്ക് ചെയ്യപ്പെട്ടു എന്നതെനിക്ക് ഭയങ്കര ഒരു ഡൗട്ടായിരുന്നു. അപ്പോഴാണ് എനിക്കിതിൻ്റെ ഒരു ഐഡിയ കിട്ടിയത്. ഇഫ് എ പെർട്ടിക്കുലർ സൗണ്ട്, അതിപ്പോൾ ഒരു സൗണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വിഷ്വൽ സംഭവം ആയിക്കോട്ടെ, ഇഫ് യു ക്യാൻ ഗെറ്റ് ദ സോഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ ത്രൂ ദാറ്റ് പെർട്ടിക്കുലർ തിങ്. അപ്പോൾ ആ ഒരു ചിത്രമായിക്കോട്ടെ, ഒരു പടമായിക്കോട്ടെ, നിങ്ങൾക്ക് അതിൻ്റെ സോഴ്സ് അതിൽ നിന്നും കിട്ടുവാണെങ്കിൽ, ആ ഒരു എവിടെ നിന്നാണോ ഇത് ഉത്ഭവിച്ചത്, അല്ലെങ്കിൽ അത് ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ആ സൗണ്ട് വഴി അല്ലെങ്കിൽ ഒരു വിഷ്വൽ മീഡിയം വഴി നിങ്ങൾക്ക് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യപ്പെടാമെങ്കിൽ അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ ട്രേഡ് മാർക്കാണ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ട്യൂൺ കേൾക്കാൻ നേരത്തെ നമുക്ക് നെറ്റ്ഫ്ലിക്സിനെയാണ് ആക്ച്വലി ഓർമ്മ വരുന്നത്. സോ അതുകൊണ്ടാണ് സോഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ ഇസ് പോസിബിൾ ദെയർ. അതുകൊണ്ടാണ് നമ്മളിതിനെ ട്രേഡ് മാർക്ക് ചെയ്യപ്പെടുന്നത്, നോട്ട് കോപ്പിറൈറ്റ്.